ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോണ ഫസ്റ്റ് ഡേ ആണ്. അതുപോലെ കുക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് രാവിലെ അലാറം വെച്ച് എല്ലാവരും എണീറ്റിട്ടുണ്ട്. അങ്ങനെ 6 മണിക്ക് എണീറ്റ് 6:15 ആയപ്പോഴേക്കും ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നതേപോലെ കണ്ടാൽ മതി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കിച്ചണിൽ ശബ്ദം കേൾക്കണേണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും നിലനിന്ന് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്താണ്, ഇന്നലെ നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. ഞാൻ സൈക്കോനെയും നെഹദേനെയൊക്കെ കൊതുക് കടിച്ച് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കൊതുകിനെ കൊണ്ട്. പിന്നെ എന്താണ്, പിന്നൊന്നുമില്ല. ഇനി ചെന്ന് റെഡിയാവണം. ടൈം നോക്കി വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ കണ്ടാൽ ഞെട്ടിപ്പോവും. ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് പച്ചക്കറി ചെയ്യണതും അതൊക്കെ കണ്ട. പിന്നെ ഇന്നെൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ വെച്ചിട്ട് അതൊക്കെ സെറ്റാക്കി. ഇനി അതൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അതൊക്കെ തന്നെ. ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുകയാണ്. ഇവിടെ മുല്ലപ്പൂ ഉണ്ട്, പൂ, മല്ലിപ്പൂ. എന്നിട്ട് ഇന്നലെ ഇവിടുത്തെ ഓണർ വന്നിട്ട് നമുക്കതൊക്കെ പറിച്ച് തന്ന് തലയിൽ വെക്കാനായിട്ട്. ഇവിടെ ഉള്ളൊരു അതെന്ത് കൾച്ചറിൻ്റെ ഭാഗമാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഉള്ള എല്ലാവരും വെക്കും. രാവിലെയും വൈകിട്ടും മുല്ലപ്പൂ വെക്കും. കുളിച്ചിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് നടക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു അതെന്തിനാണ് ഇങ്ങനെ വെക്കണേന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ് ചുമ്മാ. പക്ഷെ എല്ലാവരും വെക്കണുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത് കാണുമായിരിക്കും, അറിഞ്ഞൂടാ. അതുപോലെ നമ്മൾ ചോദിച്ചു മുല്ലപ്പൂവിനപ്പോൾ എത്ര ചീപ്പായിരിക്കൂലേ റേറ്റ്, ഇവരെപ്പോഴും വാങ്ങണതുണ്ട്. അപ്പോൾ പറഞ്ഞു ഒരു മുഴത്തിന് 50 രൂപയാണെന്ന്. അപ്പോൾ അവർ അത്രയും പൈസ മുടക്കിയിട്ടാണ് രാവിലെയും വൈകിട്ടും വയ്ക്കും. എൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞൂടാ. അവർ ചുമ്മാ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ തന്നെ. ഇനി ചെന്ന് അയൺ ചെയ്യാനുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതെല്ലാം ഇവിടെ എത്തുമ്പോഴേക്കും ഇതിലാണ് ഇരിക്കണത്, പല ഇതിലാണ് ഇരിക്കണത്. ഇനി അതൊന്നും കൂടെ അയൺ ചെയ്യണം. ഫ്രഷായി കുളിച്ച് റെഡിയാവണം. 7:45 കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഫസ്റ്റ് ഡേ ആയിട്ട്. ഹായ് പാരറ്റ് പോലത്തെ കുഞ്ഞു കിളികൾ. അപ്പം ഇറങ്ങണം. അപ്പം ശരി, ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പം ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ്റുപാത്രം എടുത്ത് വെക്കില്ലേ, അതുപോലെ ഞാൻ കുറേ നാളായി ഇങ്ങനെ ചോറ് പാത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ട്. ഇതാണ് എൻ്റെ ചോറ് പാത്രം. നൊസ്റ്റ പറഞ്ഞേ, നൊസ്റ്റ. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് രാവിലെ ഓട്സ് ഉപ്പുമാവാണ് സൈക്കോൺ ഉണ്ടാക്കിയത്. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതും ഗ്രീൻ ടീ. നമ്മൾ ഹെൽത്തി ആൾക്കാരാണ് കേട്ടോ, ഡയറ്റ് അങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം. മതി. കൊള്ളാം. സോ നമ്മൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇത് അമ്മയുടെ ഡ്രസ്സാണ്, പാൻ്റ് എൻ്റെത്. ഞാൻ മുടിയൊക്കെ കെട്ടിത്തന്നത് ചിച്ചിനെയാണ്. എനിക്കറിഞ്ഞൂടെ ഇങ്ങനെ മുടിയൊന്നും കെട്ടാനായിട്ട്. ഇതുവരെ എനിക്കറിഞ്ഞൂടെ എന്താണെന്തോ. ഞാൻ കെട്ടിയൊരു രസം ഉണ്ടാവില്ല. അങ്ങനെ ചിച്ചിനെ കെട്ടിത്തന്നതാണ് മുടി. ഇപ്പം എല്ലാം എടുത്ത് വെച്ച്, ലഞ്ചും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇനി പോയാൽ മതി. ഫസ്റ്റ് ഡേ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഫുഡ് കഴിക്കാൻ പോയപ്പോഴേക്കും ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ അവിടുത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, മൈലാൻഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ പറഞ്ഞ കമ്പനി വണ്ടിയുണ്ട്, അപ്പം അതിൽ നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ പറ്റുമോ ആവോ, നമ്മളിവിടെ അഡ്മിഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ പറ്റുമോ ആവോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്കവിടെ പോയി നിൽക്കാം. 8:15 ആകുമ്പോഴേക്കും അവിടെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബേക്കറി ലൊക്കേഷൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ എത്തണമെന്ന് പറഞ്ഞ്. സോ നമ്മളിപ്പോഴേ ഇറങ്ങിയാണ്, 7:45 ആയി. ഇപ്പോഴേ ഇറങ്ങാം, കുറച്ച് നടക്കാനുണ്ട്. ഓക്കെ, കാണാം.
സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കമ്പനിയുടെ വണ്ടി. ആരും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സാറിനെ പരിചയപ്പെട്ടെന്ന്. സാറ് വന്നിട്ട് എന്ത് നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ച്. കൊള്ളാം, സെറ്റപ്പ് തന്നെ. അങ്ങനെ നമ്മളുടെ ആ ബസ്സിലൊക്കെ കയറി. ഫ്രീ ആണ് കേട്ടോ ബസ്. നല്ല സാറ്. ആ സാറ് കാരണം അല്ലെങ്കിൽ നമ്മളൊന്ന് തെണ്ടി തിരിഞ്ഞാണ്. ഫസ്റ്റ് ഡേ തന്നെ എല്ലാം സെറ്റായി. ഇനി അങ്ങോട്ട് കാണാം. വൈകിട്ട് 5:40 ബസ്സുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ 3 മണിക്കുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ മിക്കവാറും 5:40 ആയിരിക്കും. ബാക്കി അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അയ്യോ, ചത്ത്. അപ്പം എന്താ ഇൻഡസ്ട്രിയിലൊക്കെ പോയി തിരിച്ചെത്തി. പറയാൻ വാക്കുകളില്ല. ഞാൻ വിചാരിച്ച അത്ര വൈബൊന്നും അല്ല ഇൻഡസ്ട്രി. ഞാൻ വിചാരിച്ച പോലെയല്ല ഇൻഡസ്ട്രി. KSTP വേറെ ഒരു ഇതായിരുന്നു. KSTP ശരിക്കും എനിക്ക് വൈബായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇവിടെ കുറച്ച് നമ്മൾ വിചാരിക്കണം ശരിക്കുള്ള ഇൻഡസ്ട്രിയാണ് ഇവിടെ മൈലാൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. എനിക്കറിയാം ഫോൺ ഒരു വാങ്ങി വെക്കും എന്നൊക്കെ അറിയായിരുന്നു, അലോഡഡ് അല്ല എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. മീൻസ് ഒരു ഫോൺ വാങ്ങിയ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. കയറി എന്തൊക്കെയോ ഭയങ്കര ബഹളം, കുറേ ID കാർഡൊക്കെ തന്ന് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് എൻട്രി ഒക്കെ ഉള്ളൂ. എന്നാലേ ആ ഗേറ്റ് തുറക്കുള്ളൂ. ID കാർഡ് വെച്ചിട്ട് ഈ മെട്രോയിലൊക്കെ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഫോണിങ്ങനെ കയ്യിരിക്കുന്നു, പിടിച്ച് വാങ്ങിയൊരു പൗച്ചിലിട്ടങ്ങ്. എന്നിട്ട് നമുക്ക് എന്തോ ഒരു സാധനം തന്നു, തിരിച്ച് മേടിക്കാനുള്ളൊരു കൂപ്പൺ പോലത്തെ സാധനം. അങ്ങനെ പെട്ടെന്നായിരുന്നു ഫോണ് കയ്യിൽ നിന്ന് പോയത്. അതുകൊണ്ട് എനിക്കൊന്നും നേരെ വ്ളോഗ് എടുക്കാനോ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നേ. മൈലാൻ ആ ഒരു ഫ്രണ്ടിലെ ഒരു ഇമേജ്, മീൻസ് ആ ഒരു ബിൽഡിങ് നോക്കിയപ്പോൾ തന്നെ ഞാനൊരു അന്യജീവിയെ പോലെ ആൾക്കാരൊക്കെ നോക്കണം. എന്നിട്ടാണ് എൻ്റെ ഫോൺ പൊക്കിക്കൊണ്ട് പോയി. എൻ്റെ എല്ലാവരുടെ ഫോണും പിടിച്ചു വാങ്ങി വെക്കും. അവിടുത്തെ വലിയ സ്റ്റാഫിന് മാത്രമേ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ അവിടെ വർക്ക് ചെയ്യണവർ എല്ലാവരും ഫോണോടെ മേടിച്ച് വെക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫോണ് പോയിട്ട് വൈകിട്ട് 5:45 ഫോണ് കൈ തിരിച്ച് കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ ഇത്രയും നേരം ഇല്ലാതെ ഞാൻ സർവൈവ് ചെയ്യണത്. വെൽഡൺ. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതുകൊണ്ട് വലിയ ചടപ്പൊന്നും ഇല്ലായിരുന്നു. വേറെയും ഒരു ഗുജറാത്തിൽ നിന്നുള്ളൊരു പയ്യനെ കിട്ടി. പിന്നെ തമിഴ്നാട് ഇവിടെ നിന്നുള്ളൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ വേറെ കോളേജിൽ നിന്നുള്ള 3 ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ ടോട്ടലി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെട്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. അപ്പോൾ അത്ര ഫോൺ മിസ്സിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ്മെൻറ്റ് മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇന്ന് കവർ ചെയ്ത്, പ്രൊഡക്ഷൻ അങ്ങനെ കുറേ മീൻസ് 4 ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ ഇന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയോ അങ്ങനെയൊന്നും അലോഡഡ് അല്ല, ഫോണേ അലോഡഡ് അല്ല. അപ്പം അങ്ങനെ കുറച്ചിത്. പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് മീൻസ് സ്റ്റെറൈലായിട്ടുള്ള, അതായത് കണ്ണിലൊഴിക്കണ മരുന്ന്, പിന്നെന്താണ് ഇഞ്ചക്ഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചെന്ന് ചെയ്യാനോ കാര്യങ്ങളൊന്നും അത്രയും ഭയങ്കര സേഫെന്നല്ലല്ലോ ആ വാക്ക്, അത്രയും അവർ ക്വാളിറ്റി ഇങ്ങനെ ആക്കിയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ നമുക്കങ്ങനെ ചാടിക്കയറി തൊടാനോ സംസാരിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഇതിലാണ്. ഫുൾ ബോഡി മറ്റേ കണ്ണ് മാത്രം കാണാം. അത്രയ്ക്കും കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നമുക്ക് നോട്ട് എഴുതിയെടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. ചെയ്യാനും കാര്യങ്ങളൊന്നും ഈവൻ പാക്കേജിങ് വരെ നമുക്കൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, കാണുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ വേറെ ഫുഡുണ്ട്. അതൊക്കെ ബെസ്റ്റ് പാർട്ട് പറയണ്ടേ. ഉച്ചയ്ക്ക് ഫുഡുണ്ട്, നല്ല ഫുഡായിരുന്നു. മീൻസ് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ടിഫിനൊക്കെ പാക്ക് ചെയ്തായിരുന്നു കൊണ്ടുവരുന്നത്. പിന്നെ നാളെ തൊട്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫ്രീ ഫുഡ്, ടീ ബ്രേക്ക്, പിന്നെ വൈകിട്ടും ടീ ബ്രേക്ക് ഉണ്ട്. പിന്നെ രാവിലെ പോവുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് പ്രൊവൈഡഡ് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളി. അങ്ങനെയൊക്കെ എല്ലാ സംഭവം അകത്ത് ഫ്രീ ആണ്. പിന്നെ പണി ചെയ്യുക, അത്രയേ ഉള്ളൂ. പണിയുണ്ട്, പിന്നെ നമുക്ക് കണ്ടു നിൽക്കാനേ ഉള്ളൂ. നമ്മളവിടെ ട്രെയിനിങ്ങിനായതുകൊണ്ട്. അല്ലാതെ നല്ല പണിയെടുക്കുക,
അതൊക്കെ തന്നെ കൊള്ളാം. പക്ഷെ നമുക്ക് അങ്ങനെ അലമ്പാൻ പറ്റൂല. ഫുൾ CCTV. ഇവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ 4 സൈഡിലും CCTV അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എവിടെയും ചെന്നിങ്ങനെ നമുക്കിങ്ങനെ എന്താണ് കോളേജിൽ നടക്കണ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല. ചെന്നിരിക്കേ എവിടെയെങ്കിലും അങ്ങനെ ഒളിച്ചിരിക്കുക അങ്ങനെയൊന്നും പറ്റില്ല. ക്യാമറ നന്നായിട്ട് പൊക്കും, നല്ല വഴക്ക് കിട്ടും, അങ്ങനെയൊക്കെ കൊള്ളാം. ടോട്ടലി കൊള്ളാം. വേറെ തന്നെ ഒരു വൈബാണ്. ഞാൻ വിചാരിച്ച ഇൻഡസ്ട്രി അല്ല ഞാൻ ഇന്ന് കണ്ടത്. അങ്ങനെ കൊള്ളാം. എനിക്കെന്നാലും സ്റ്റിൽ എനിക്ക് ഇൻഡസ്ട്രി തന്നെ ഇഷ്ടം. അപ്പം അതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. അതുകൊണ്ട് ഒന്നും എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നോട്ടിനി 25 ദിവസവും ഇത് തന്നെയായിരിക്കും. 25 ദിവസം ഇല്ല, 3 വീക്സ് ഏകദേശം ഇത് തന്നെയായിരിക്കും പ്രൊസീജിയർ. രാവിലെ ഇറങ്ങുന്നു, അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കാൻ പറ്റില്ല, തിരിച്ചിതേപോലെ വരുന്നു. അങ്ങനെ പിന്നെ ബസ്സും പ്രൊവൈഡറാണ് കമ്പനിയിൽ നിന്ന്. അതൊരു വലിയ ഭാഗ്യം. എല്ലാം ഫ്രീ ആണ്, നമുക്ക് ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്. പണി മീൻസ് നമുക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കുറേ അലഞ്ഞ് നടന്ന് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ അലഞ്ഞ് നടന്ന് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പോൾ ഇനി വന്നതേ ഉള്ളൂ. ഇനി കുളിച്ച് ഫ്രഷാണ്. ഇവിടുത്തെ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ മുടി കുളിച്ച് അതിങ്ങനെ ഇരിക്കും, ഷോക്ക് അടിച്ച പോലെ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും മിനറൽ വാട്ടറോ എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം തല നനയ്ക്കാനായിട്ട്. ഈ കുളിച്ച് ഫ്രഷായിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ. ഇനി ഒന്ന് ഫ്രഷായിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അടിപൊളി ഒരു വർക്കൗട്ട് ചെയ്ത് ഒരു അരമണിക്കൂറത്തെ ഡേ 1 അടിപൊളിയായിട്ട് ചെയ്തു. ഇതാ കൈയൊക്കെ തഴമ്പ് വന്ന് ഫസ്റ്റ് ഡേ തന്നെ കണ്ടേ, വേർത്തതൊക്കെ കണ്ട. ഞാനും സൈക്കോയും കൂടെ ഇപ്പം എന്നും ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെ നിൽക്കണത് വരെയെങ്കിലും. പക്ഷെ മൊത്തത്തിൽ തളർന്നു. നാളെ എണീക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല ഡാമേജ് ഉണ്ട്. അമ്മേ, ഇനി അലക്കണം, കുളിക്കണം, ഫുഡ്, ഇത് 3 കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചത്തതുപോലെ കിടക്കാൻ. ഇന്നലെ വരെ നെറ്റ് തികയണുണ്ടായിരുന്നില്ല, എക്സ്ട്രാ റീചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എങ്ങനെ നെറ്റ് തീർക്കുമെന്നാണ് ആലോചിക്കുന്നത്. അയ്യോ, അത്രയും ഒരു ഗതികെട്ട് പോയി ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് നടക്കാനായിട്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ലേഡീസ് ഹോസ്റ്റൽ, PG അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നല്ല സേഫാണ് നമ്മൾ നിൽക്കണം ഇവിടെ. അപ്പോൾ ജസ്റ്റ് പെണ്ണുങ്ങളൊക്കെ ഇതിലേക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.